അത് ഞാനല്ലല്ലോ മറുപടി പറയേണ്ട പദവി എന്താണെന്നുള്ളതിന് മുമ്പുള്ളൊരു പദവി ഞാനുണ്ടാക്കിയ പദവിയിൽ എന്നെ ഒരു ഞാൻ വന്നു. പിന്നെ മറ്റത് നമ്മുടെ പത്രസുഹൃത്തുക്കളുണ്ടാക്കിയൊരു കാര്യമാണ്. ഒന്ന് അന്വേഷിച്ച് പറയേണ്ടതായിരുന്നു. 2023 24 വരെ ഞാൻ എക്കണോമിക് ക്ലാസ്സിൽ യാത്ര ചെയ്യുന്നു. ഇതിൽ എൻ്റെ ചിലവ് ലെസ് ദാൻ 5 lakhs ആണ്. അത് എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തിരുന്നു ഡേപ്പാക്കാണ്. പിന്നീടുണ്ടായ പ്രശ്നം ഈ 6 ലക്ഷം കൂടെ അഡീഷണൽ ചോദിച്ചു. അതെനിക്കറിയില്ല എന്താ ചോദിക്കാൻ. ഞാനിപ്പോൾ RC പിടിപ്പിച്ചു, ഇന്നലെ എനിക്ക് പിടിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം കൂടി യാത്ര ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഇപ്പോൾ RC മാത്രമല്ല ഫുഡ് സെക്രട്ടറി കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടി എമൗണ്ട് വെച്ചുള്ള ഒരു ഹെഡേ ഉള്ളൂ. ആ ഹെഡ് സ്പെഷ്യൽ അതെ അദ്ദേഹം എൻ്റെതല്ല. എൻ്റെത് 5 ലക്ഷത്തിന് താഴെയാണ് എന്നെ നിൽക്കുന്നത്. അതിന് കൂടിയിട്ടില്ല. അദ്ദേഹം കൂടി യാത്ര ചെയ്യുമ്പോൾ ആ എമൗണ്ടിന് വേണ്ടി ഒരു ഹെഡേ ഉള്ളൂ. ഉദാഹരണമായിട്ട് ഇവിടുത്തെ വാട്ടർ സപ്ലൈ അത് എൻ്റെ ഹെഡിലാണ്. ഞാൻ ഇത്രയും വെള്ളമൊന്നും ഉപയോഗിക്കുന്നില്ലല്ലോ. ഇലക്ട്രിസിറ്റി എൻ്റെ ഹെഡിലാണ്. അത് ഇവിടുത്തെ ഹെഡ് കിടക്കുന്നതാണ്. അതിലെ എമൗണ്ട് വരത്തുള്ളൂ. അത്രയുള്ള പഴയ തുകയിൽ നിന്ന് കൂടുതൽ വന്നിട്ടില്ല എന്നുള്ളതാണ്. മുൻപുണ്ടായിരുന്ന അതേ തുക തന്നെയാണ് ഇപ്പോഴും ഉണ്ടാവുന്നത്. എന്റെ യാത്ര അത്ര നിങ്ങൾക്ക് നോക്കാവുന്ന കാര്യമുള്ളൂ. 23 ഞാൻ വരുന്നു. 24 വരെയുള്ള ഫൈനാൻഷ്യൽ ഇയറിൽ എന്റെ ചെലവ് ലെസ് ദാൻ 5 lakhs. പിന്നെ ഈ വരുമാനം സംബന്ധിച്ചുള്ള അതാണ് പറഞ്ഞത്. അത് നിങ്ങൾ കൊടുക്കുന്നത് വാർത്തകളിൽ നിന്നാണ് അദ്ദേഹത്തെ. എനിക്കെന്താ വരുമാനം? എനിക്ക് പെൻഷനുണ്ട്. ഞാൻ 22 വയസ്സിൽ അധ്യാപകനായ ആളാണ്. ഞാൻ 23 വർഷക്കാലം അധ്യാപകനായിരുന്നു. അതിൻ്റെ പെൻഷനുണ്ട്. 22 വർഷം MP ആയിരുന്നു, അതിൻ്റെ പെൻഷനുണ്ട്. MLA ഇതെല്ലാം കൂടി എനിക്ക് കിട്ടുന്ന 1 lakhs ആണ്. 1.25 lakhs. അതെനിക്ക് കിട്ടുന്നത് എനിക്ക് കിട്ടേണ്ടതല്ലേ. എന്നെപ്പോലെ എല്ലാവർക്കും കിട്ടിയതല്ലേ. ഞാൻ ജോലി ചെയ്തിട്ടല്ലേ. പിന്നെ അഡീഷണൽ ആയിട്ടൊന്ന് ഈ 1 lakh ഓണറേറി എടുക്കാൻ എന്താ കാര്യം? എനിക്ക് ശമ്പളം ചോദിക്കാമായിരുന്നു. ഏത് മന്ത്രിക്ക് കിട്ടിയ. പക്ഷെ അങ്ങനെ വരുമ്പോൾ എൻ്റെ പെൻഷൻ നിന്ന് പോകും. പെൻഷൻ ഒരിക്കൽ നിന്ന് പോയാൽ പിന്നെ രണ്ടാമത് തുടങ്ങാൻ അത്ര എടുപ്പല്ല. അതുകൊണ്ടാണ് ഓണററി ആക്കിയത്. എന്തിനാ പാപം അങ്ങനെയൊക്കെ നിങ്ങളല്ലേ വരച്ചത്? ഇല്ലാത്ത വാർത്ത കൊടുത്തിട്ട് അദ്ദേഹത്തിന് മനസ്സിലായി കാണുമല്ലോ എനിക്ക് 30 ലക്ഷമൊന്നും ഇല്ലെന്ന്. ധനമന്ത്രി ആവശ്യപ്പെട്ട കണക്കുകൾ പോലും താങ്കൾക്ക് വിശദീകരിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ എന്തിനാണ് ഈ പോസ്റ്റ്? അല്ല അതാ എന്താ ഏതാ പറയട്ടെ. ഏത് കണക്കെന്ന് പറയണ്ടേ? ഏത് കണക്കാണ് ഞാൻ ചോദിച്ചോണ്ട്? ഏത് കണക്ക്? പിന്നെ എൻ്റെ സുഹൃത്തല്ലേ, എന്നൊന്നും കൂടി ചോദിക്കായിരുന്നല്ലോ. എന്താണ് മാഷ കൊടുക്കാൻ? ചോദിച്ചിട്ടില്ല. ഇപ്പൊ പലരും ഇപ്പൊ അതിരാഷ്ട്രീയ പ്രശ്നമാണ് നടക്കുന്നത്. അതിനെനിക്ക് ഇവിടെ വരുന്നവർക്ക് ഇവിടെ സെല്ലുണ്ട്. അവർക്ക് കൊടുക്കാനുള്ള കാര്യങ്ങൾ ഒരു പ്രത്യേക സെല്ല്. ഞാനുള്ള കാലം വരെ സെല്ലുള്ളതാ. അവർക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക സെല്ല് വെച്ചിട്ട് എന്നെ പലരും പിടിക്കാറുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അതാണ് ഒരു സിസ്റ്റം. പക്ഷേ നാളത്തെ ഈ കൂടിക്കാഴ്ച അത് സംസ്ഥാനം ആവശ്യപ്പെട്ടതനുസരിച്ചിട്ടാണോ ധനമന്ത്രി വരുന്നത്? പല പ്രാവശ്യം നമ്മൾ സംസാരിച്ചിട്ടുണ്ടല്ലോ. അപ്പം അദ്ദേഹം വരുന്നത് അത് അവർക്ക് CM നേരിട്ട് കാണണം, സംസാരിക്കണം. അതൊക്കെ ഒരു സൗഹൃദത്തിൻ്റെ ഭാഗമല്ലേ.